റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനായിട്ടുള്ള സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. കാരണം റഷ്യ, ഉക്രൈൻ ഈ രണ്ട് നാടുകൾക്കും ഇടയിൽ ഏകദേശം 3 വർഷമായി ഈ പ്രശ്നം നടക്കുന്നുണ്ട്. 2022 ആരംഭിച്ച റഷ്യയുടെ പ്രത്യേക സൈനിക നടപടി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പകരം എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ ഉണ്ടായേക്കാം. റഷ്യയുമായി എങ്ങനെയും നമ്മൾ ഒരു സമാധാന ചർച്ചയ്ക്ക് പോകണം എന്ന് അറിയാവുന്ന ഉക്രൈൻ അതിനായിട്ടുള്ള അവകാശങ്ങൾ നമ്മൾ കൈവശപ്പെടുത്തണം. അല്ലെങ്കിൽ റഷ്യക്കെതിരെ നമുക്ക് ഒരു സ്ട്രോങ് ഹോൾഡ് വേണം. അതിനാൽ റഷ്യയുടെ ചില ഭാഗങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ റഷ്യയെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി കേഴ്സ് മേഖലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഉക്രൈൻ കൂടുതൽ ആരംഭിക്കുന്നു. ഇതിനെ പ്രതികരിക്കാൻ റഷ്യ ഒരു വലിയ സൈന്യത്തെ ശേഖരിക്കാൻ തുടങ്ങി. നിലവിൽ 12,000 ഉക്രൈൻ സൈനികർ കേഴ്സ് മേഖലയിലുണ്ട്. പ്രധാനമായും സുധാ ടൗണിനെ ചുറ്റി ഉക്രൈൻ നിർത്തിയിട്ടുണ്ട് എന്ന് റഷ്യ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഈ ഒരു യുദ്ധം, ഈ കേഴ്സ് യുദ്ധം എന്നത് ഈ യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഉക്രൈൻ മുന്നോട്ട് പോകുന്നത് റഷ്യ ഇപ്പോൾ തടഞ്ഞാലും അവരെ എങ്ങനെയാണ് പിന്നോട്ടേക്ക് അയക്കാൻ പോകുന്നത്? എങ്ങനെ ഉക്രൈൻ പിടിച്ചെടുത്ത ആ പ്രദേശങ്ങളെ റഷ്യ വീണ്ടും തിരിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതിനിടയിലാണ് നിങ്ങൾ എന്റെ പ്രദേശത്തേക്ക് കയറി ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ അതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് കാണിക്കാൻ റഷ്യയുടെ ഒരു മിസൈൽ ആക്രമണം നടത്തുകയും അതിൽ SU-27 വിമാനങ്ങളെ തകർക്കുകയും ചെയ്തു. ഇതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ F-16 വിമാനങ്ങളും ഈ ആക്രമണത്തിൽ റഷ്യ കാരണം കേടുപാടുകൾ സംഭവിച്ചിരിക്കാം എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന പുതിയ വിവരം പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ പ്രദേശത്ത് ഉക്രൈൻ നടത്തുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഇവിടെ റഷ്യ ഉക്രൈന് കൂടുതൽ നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. മിർഹരോഡ് എയർബേസ് ഉക്രൈന്റെ തലസ്ഥാനമായ കീവിനും ഉക്രൈന്റെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഭാഗമായ കാർക്കീവിനും മധ്യത്തിലുള്ള ഒരു വ്യോമതാവളമാണ് ഇത്. ഇത് ഉക്രൈന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ചോദിച്ചാൽ, റഷ്യ ഖാർക്കീവിൽ ചെയ്യുന്ന ഒഫൻസീവ്, ഉക്രൈൻ സുമി റീജിയനിൽ നിന്നും കേഴ്സ്കിലേക്ക് പ്രവേശിച്ച് റഷ്യൻ പ്രദേശങ്ങളെ പിടിച്ചെടുക്കാൻ നടത്തുന്ന ആക്രമണങ്ങൾ, ഇവയ്ക്കെല്ലാം വ്യോമ പിന്തുണ, നിരീക്ഷണം, ഇങ്ങനെ ഈ മുഴുവൻ പ്രദേശത്തെയും ഉക്രൈന്റെ നിയന്ത്രണത്തിൽ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യോമതാവളമാണ് ഈ മിർഹരോഡ് എയർബേസ്. അതിനാൽ തന്നെ ഉക്രൈൻ ഇത് പ്രധാനപ്പെട്ട ഒരു സ്വത്താണ്. ഈ മിർഹരോഡ് എയർബേസ് ഉള്ള സ്ഥാനം മാത്രമല്ല, അവിടെ പ്രവർത്തിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മിക്ക SU-27 വിമാനങ്ങൾക്കും ഈ ബേസാണ് ഹോം ബേസ്. SU-27 സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധപ്പുരയാണ്. അമേരിക്കയുടെ സഹായമില്ലാതെ ഉക്രൈൻ പ്രവർത്തിപ്പിക്കുന്ന വളരെ ഉയർന്ന നിലവാരമുള്ള വിമാനമാണിത്. ഈ SU-27 പോലും പലരും F-16മായി താരതമ്യം ചെയ്യും. എന്നാൽ F-16 ഓപ്പറേറ്റ് ചെയ്യാൻ ട്രെയിനിങ് സ്വീകരിച്ച ഉക്രൈന്റെ പൈലറ്റ്സ് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. SU-27 F-16മായി താരതമ്യം ചെയ്യരുത്, അത് വളരെ മോശമായ കാര്യമാണ്. F-16 ഹൈ എൻഡ് മാത്രമല്ല, അത്യാധുനിക ഏവിയോണിക്സ് ഉണ്ടെങ്കിലും ഡോഗ് ഫൈറ്റിനും മെനുവറബിലിറ്റിക്കും തന്ത്രപരമായ ദൗത്യങ്ങൾക്കും SU-27 വെല്ലാൻ ഒന്നിനും കഴിയില്ല. F-16മായി ഡോഗ് ഫൈറ്റിൽ SU-27 മത്സരിച്ചാൽ തീർച്ചയായും F-16 പരാജയപ്പെടുമെന്ന് അവരുടെ അഭിപ്രായം പല സ്ഥലങ്ങളിലും അവർ തുറന്നു പറഞ്ഞു. അതിനാൽ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, F-16നോട് മത്സരിച്ചാൽ SU-27 തീർച്ചയായും വിജയിക്കും. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട SU-27 വിമാനങ്ങളും ഉക്രൈന്റെ പക്കൽ അത്രത്തോളം കൂടുതൽ എണ്ണമൊന്നുമില്ല. കാരണം പലപ്പോഴും റഷ്യയുടെ സ്ട്രൈക്ക് ഈ SU-27 ലക്ഷ്യമിട്ടായിരിക്കും ഉണ്ടാവുക. MiG-29 പോലുള്ള വിമാനങ്ങൾ സോവിയറ്റ് റഷ്യ കാരണം പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ അതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും SU-27 നൽകിയിട്ടില്ല. അതിനാൽ സോവിയറ്റ് റഷ്യ ഉപയോഗിച്ചിരുന്ന വിമാനങ്ങൾ ഉക്രൈൻ തിരികെ വാങ്ങിയപ്പോൾ അവർക്ക് കൂടുതൽ MiG-29 ലഭിച്ചു, പക്ഷേ SU-27 ലഭിച്ചില്ല. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയിട്ടുള്ള ഒരുപാട് മിസൈൽസിനെ റഷ്യയുടെ താവളങ്ങളിൽ ആക്രമിക്കാൻ അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഈ SU-27 ആണ്. അതിനാൽ ഈ വിമാനങ്ങൾ സംരക്ഷിക്കുന്നതും ഉക്രൈന് വലിയൊരു തലവേദനയാണ്. തുടക്കത്തിൽ SU-27 കൂടുതൽ എണ്ണം ഉക്രൈൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 12 മുതൽ 13 വിമാനങ്ങൾ മാത്രമേ ഉക്രൈന്റെ എയർക്രാഫ്റ്റ് ഫ്ലീറ്റിൽ ഉണ്ടാകൂ. എന്തിന്? സിംഗിൾ ഡിജിറ്റ് ആയിരിക്കാം ഉക്രൈന്റെ പക്കലുള്ള ഈ വിമാനങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പോലും ചിലർ പറയുന്നുണ്ട്. കാരണം തുടക്കം മുതലേ റഷ്യ ലക്ഷ്യമിടുന്നത് ഈ SU-27 വിമാനങ്ങളെയാണ്.
Su-27 ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഒരു സ്വത്താണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നശിപ്പിച്ചാൽ ഉക്രൈന്റെ പല ദൗത്യങ്ങളും പരാജയപ്പെടും. അതിനാൽ ഇതിനെ ലക്ഷ്യമിട്ട് പലതവണയും റഷ്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജൂലൈയിൽ പോലും ഉക്രൈന്റെ 6 വിമാനങ്ങളെ നഷ്ടപ്പെടുത്തി. ഇതുപോലെ പല ഉക്രൈൻ അനുകൂല ബ്ലോഗർമാർ പറഞ്ഞത് റഷ്യയുടെ ആക്രമണം ഇവിടെ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാം. കോൺക്രീറ്റ് ഹാങ്ങേഴ്സിൽ നിർത്തുന്നതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ വിമാനങ്ങളെ പാർക്ക് ചെയ്തുവെന്ന് ഒരു വലിയ വിമർശനം തന്നെ നടത്തി. ഇവർ പറഞ്ഞതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഉക്രൈൻ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു അസറ്റ് ആണതെന്ന്. വീണ്ടും അതുപോലൊരു തെറ്റ്, അതുപോലൊരു പാർക്കിംഗ് ഉക്രൈൻ ചെയ്തതുകൊണ്ട് 2 Su-27 വിമാനങ്ങൾ അവർക്ക് നഷ്ടമായി. അതിൽ ഒന്ന് പൂർണ്ണമായും നശിച്ചു, മറ്റൊന്ന് ഭാഗികമായി തകർന്നു. റഷ്യ മെർഹറുടെ എയർബേസ് ആക്രമിച്ചതിലൂടെയായിരുന്നു ഈ വിവരം പുറത്തു വന്നത്. റഷ്യയുടെ ഇസ്കാന്ദർ മിസൈലുകളാണ് ഈ Su-27 വിമാനങ്ങളെ ആക്രമിച്ചത്. ഉക്രൈന് ഇതൊരു വലിയ നഷ്ടമാണ്. കാരണം ഒരു വിമാനമാണ് നഷ്ടപ്പെടുത്തിയത് എന്നുണ്ടെങ്കിലും അവരുടെ പക്കലുള്ള ഏറ്റവും ശേഷിയുള്ള ഒരു വിമാനത്തെയാണ് നഷ്ടപ്പെടുത്തിയത്. ശരി, എന്തായാലും Su-27 നമുക്ക് വിടാം. റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ അവർക്കത് നഷ്ടപ്പെട്ടു. എന്നാൽ വീണ്ടും അവർക്ക് വിമർശനങ്ങൾ വന്നു. എന്തുകൊണ്ട് നിങ്ങൾ അതിനെ തുറന്ന് പാർക്ക് ചെയ്തു? ഇതുവഴി ഒരുപാട് പേർ ചോദിക്കാൻ തുടങ്ങിയത് എയർബേസ് കമാൻഡർ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് റഷ്യയുടെ ആക്രമണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇവിടെയുള്ള വിവരങ്ങൾ ആരോ റഷ്യ അറിയിക്കുന്നുണ്ട്. ഇവർ ഒരു പക്ഷേ റഷ്യയുടെ ഏജന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ റഷ്യക്ക് ഇവർ കാരണം എന്തെങ്കിലും സഹായം പോകുന്നുണ്ടോ എന്ന് ഈ പാർക്ക് ചെയ്യുന്നതിനെതിരെ തന്നെ പരസ്യമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പൊ ഉക്രൈന് Su-27 നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. ചില ഊഹാപോഹങ്ങൾ വരാൻ തുടങ്ങി, ചില ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കാൻ തുടങ്ങി. അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അതേ എയർബേസിൽ, അതേ ഹാങ്ങറിൽ F-16 നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ F-16 കേടുപാട് സംഭവിച്ചിരിക്കാമെന്ന ഒരു കാര്യം ഓൺലൈൻ മുഴുവനും വൈറലായി തുടങ്ങി. എന്നാൽ ഇതിനെക്കുറിച്ച് റഷ്യ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. റഷ്യ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, Su-27 ഞങ്ങൾ നശിപ്പിച്ചു എന്ന്. പക്ഷെ F-16 ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ഉക്രൈനും പറഞ്ഞിട്ടില്ല, റഷ്യയും അതിനെക്കുറിച്ചുള്ള യാതൊന്നും പറഞ്ഞിട്ടില്ല. അത് സത്യമാണെങ്കിൽ ഒരു പക്ഷേ ആ ഹാങ്ങറിൽ F-16 നിർത്തി വച്ചിരുന്നു. റഷ്യ കാരണം അതിനും എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഉക്രൈൻ വ്യോമസേനയ്ക്ക് തീർച്ചയായും അടുത്തിടെ വന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറും. എന്നാൽ F-16 ഈ ഒരു ബേസിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ F-16 ഒരു വലിയ റൺവേ ആവശ്യമാണ്. ഇവിടെ അത്രത്തോളം ഒരു വലിയ റൺവേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ മെർഹർ എയർബേസിനെ റിനോവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവിടെയുള്ള റൺവേ താൽക്കാലികമായി നീട്ടി. അവിടെ ചില പണികൾ നടന്നിരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, F-16 ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ആ ബേസിൽ നടത്തിയിട്ടുണ്ട്. ചില ഇമേജസും ലീക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ F-16 ആ സ്ഥലത്ത് വെച്ച് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ മുഴുവനായും നശിച്ചു കാണില്ല. Su-27 മാത്രമാണ് നശിപ്പിക്കപ്പെട്ടത്. ഒരെണ്ണം ഭാഗികമായി തകർത്തു. ചില വിമാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു എന്നും പറയുന്നുണ്ട്. അതിൽ ചിലപ്പോൾ F-16 ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഉക്രൈനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് റഷ്യൻ പ്രദേശത്ത് അവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കേഴ്സിലിസ്ത നഗരം, അവിടെയുള്ള കൂടുതൽ പ്രദേശവും ഉക്രൈൻ ഇപ്പോൾ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ നിരവധി ഗ്യാസ് സൗകര്യങ്ങളുടെ നിയന്ത്രണവും ഉക്രൈൻ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെയുള്ള റഷ്യൻ പതാക എടുത്ത് കളയുകയും അവിടെ ഉക്രൈൻ പതാക സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിൽ ഉക്രൈന്റെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് റഷ്യയുടെ തന്ത്രവും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ റഷ്യയുടെ പല യുദ്ധ ബ്ലോഗർമാരും ഒരു കാര്യം സ്ഥിരീകരിച്ചു. റഷ്യയുടെ പൊസിഷൻസ് എന്നത് പ്രവചനാതീതമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഒട്ടും ഞങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. കാരണം ഒരു സ്ഥലത്ത് സൈനികർ പ്രത്യാക്രമണത്തിന് തയ്യാറാവുകയാണെങ്കിൽ അവരുടെ പ്രധാന സ്ഥാനങ്ങൾ U ആകൃതിയിലായിരിക്കും. അവരുടെ സൈനികരുടെ രൂപീകരണം അങ്ങനെയായിരിക്കും. കാരണം എല്ലാ ദിശകളിൽ നിന്നും എതിർക്കണം, എല്ലാ ദിശയിൽ നിന്നും കെണിയൊരുക്കി ആക്രമിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. പക്ഷെ ഇവിടെ റഷ്യയുടെ തന്ത്രം മൊത്തത്തിൽ മാറാൻ തുടങ്ങി. അവർ തങ്ങളുടെ സൈനികരെ പിൻവാങ്ങുകയാണ്. ഇങ്ങനെ പിൻവാങ്ങുമ്പോൾ സൈനികർ ഇല്ലാത്ത ആ പ്രദേശം പിടിച്ചെടുക്കാൻ ഉക്രൈൻ അകത്തേക്ക് വരും. പട്ടാളക്കാർ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നതിനും ഒരുപാട് സൈന്യം അവിടെ ഉള്ളപ്പോൾ അതിനെ പിടിച്ചെടുക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ റഷ്യയുടെ സൈനികർ പുറകിലേക്ക് പോകുമ്പോൾ ഉക്രൈൻ അത് വലിയ എളുപ്പമായി മാറുന്നു. ഇങ്ങനെ മുന്നേറി വരുന്ന ഉക്രൈൻ സൈനികർക്ക് നേരെ റഷ്യയുടെ എയർ സ്ട്രൈക്ക് നടത്തുന്നു. റഷ്യയുടെ സൈനികർ അവിടെ ഉണ്ടെങ്കിൽ അവർക്കും പ്രശ്നങ്ങൾ വരും എന്ന് കരുതി അവരെ പിറകിലേക്ക് അയക്കുകയും ഉക്രൈൻ സൈനികർ മുൻപിലേക്ക് വരുമ്പോൾ മുന്നേറി വരുന്ന ആ സൈനികർക്ക് നേരെ അവരുടെ എയർ സ്ട്രൈക്ക് നടത്തി. ഇതിനെക്കുറിച്ച് ഒരുപാട് യുദ്ധ ബ്ലോഗർമാർ പറയുന്നത് റഷ്യയുടെ പ്രത്യാക്രമണം കൂടുതൽ ശക്തമാവുകയാണ്. ഉക്രൈൻ പട്ടാളക്കാർ കുടുങ്ങിയതുപോലെയാണ്. തങ്ങൾ എന്തിനകത്തേക്ക് വന്നു എന്ന് ചിന്തിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ റഷ്യയുടെ കൗണ്ടർ ഒഫൻസീവ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതായത് റഷ്യ ഒരു ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആ ട്രാപ്പിനുള്ളിൽ വന്ന് അകപ്പെടുന്ന ഇരകളായി ഉക്രൈൻ സൈനികർ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ റഷ്യയുടെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് 12,000 സൈനികർ വരെയും കേഴ്സ് ഭാഗത്തുള്ളതായി പറയുന്നു. ഇവരെ എത്രയും പെട്ടെന്ന് യുദ്ധ തടവുകാരായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അകത്തേക്ക് വന്നതിന്റെ ശിക്ഷ തീർച്ചയായും അവർക്ക് വളരെ ക്രൂരമായി നൽകപ്പെടും. റഷ്യയുടെ ടെറിട്ടറീസ് എന്തുകൊണ്ട് ക്യാപ്ചർ ചെയ്തുവെന്ന് ഉക്രൈൻ ചിന്തിച്ച് ദുഃഖിക്കേണ്ട രീതിയിൽ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും. അതുവരെയും ഞങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് പുതിയൊരു കാര്യവും അറിയിച്ചിട്ടുണ്ട്. അടുത്ത് മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ റഷ്യയുടെ ആക്രമണം ഉക്രൈനിൽ വളരെ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. നിപ്രോ റിവറിനെ ക്രോസ് ചെയ്തു പോയി ചില റഷ്യൻ സൈനികർ മൈൻസുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. കാരണം നിപ്രോ റിവറാണ് ഇപ്പോൾ ഒരു ബോർഡറായി മാറിയിട്ടുള്ളത്. ആ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് തവണ ഉക്രൈൻ സൈനികർ ക്രോസ് ചെയ്ത് ഈ ഭാഗത്തേക്ക് റഷ്യൻ കൺട്രോൾഡ് ഭാഗത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ വരുന്നതിന് മുൻപ് തന്നെ അവരെ ആക്രമിക്കാൻ ഒരുപാട് മൈൻസ് അവിടെ സ്ഥാപിക്കാൻ തുടങ്ങി. ഇത് ഉക്രൈൻ എപ്പോഴായാലും ഒരു പ്രശ്നമായി മാറും. ഇപ്പോൾ ഇരുവശത്തും പ്രശ്നങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഞങ്ങളുടെ Su-27 വെടിവെച്ച് വീഴ്ത്തിയെന്ന് ഉക്രൈനും ഒരു അവകാശവാദം നൽകി. എന്നാൽ ഉക്രൈന്റെ ഈ ഒരു ക്ലെയിമിന് അവരുടെ പക്കൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫോട്ടോ പോലും അവരെ കൊണ്ട് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ വരാനിരിക്കുന്ന വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും. ഇപ്പോഴേയും ഒരു വശത്ത് റഷ്യയുടെ ആക്രമണം ഉക്രൈനിൽ ശക്തമാകുന്നു. അതേസമയം റഷ്യ ഉക്രൈൻ സൈനികരെ ഒരേ സമയത്ത് ട്രാപ്പ് ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ഇപ്പോൾ തിരിച്ചടി നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. Su-27 വിമാനത്തെ ഉക്രൈനുള്ളിൽ വെച്ച് തന്നെ റഷ്യ നശിപ്പിച്ചു. F-16 വിമാനങ്ങൾ നശിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.